ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി. അതിൻ്റെ നിലവിൽ ഓയിൽ തീർന്ന വണ്ടി ഓടിയേറുന്ന വണ്ടിയാണ്. ഇപ്പോൾ വരുമ്പോൾ അതിനകത്ത് എഞ്ചിനിൽ ഓയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിക്ക് മുമ്പ് ഓയിൽ തീർന്ന വണ്ടി ഓടി പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൗണ്ടിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല അടി പോലത്തെ സൗണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ആ കംപ്ലയിൻറ്റ്സ് എത്രത്തോളം വണ്ടിയുടെ എഞ്ചിൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ എഞ്ചിൻ്റെ ഹെഡ് പോർഷൻ്റെ ഭാഗം, സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. നിലവിൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. പറയാൻ കാരണം വെച്ചാൽ ഒരു സിലിണ്ടറിൻ്റെ പിസ്റ്റണാണ് ഈ കാണുന്നത് കേട്ടോ. ആ പിസ്റ്റൺ നല്ല രീതിയിൽ ഉരുകി സിലിണ്ടറിനകത്ത് പിടിച്ചേക്കാണ്. ആ രീതിയിൽ വണ്ടി ഓടിയിരുന്നു. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന സ്ക്രാച്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ട് പിസ്റ്റൻ്റെ ചെറിയ ആ ഒരു ഇത് ഉരിയേക്കണമാണ് അതുമ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ ഡാമേജ് വന്നു പോയി. അതിനേക്കാളും ഉപരി നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ആ ക്രാങ്ക് ഷാഫ്റ്റിന്മേലാണ് നമുക്ക് ഈ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്യണേ. അതുമേ പിസ്റ്റൻ്റെ പിന്നടക്കം ഫുള്ള് സ്റ്റക്കായൊരവസ്ഥയിൽ നിൽക്കുക. നമ്മളിപ്പോൾ ഊരാനായിട്ട് നോക്കുന്ന സമയത്ത് ഫുൾ സ്റ്റക്കായി ഇരിക്കുകയാണ് അതിനകത്ത് കേട്ടോ. ഇത് വളരെ ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് തന്നെ, അതായത് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഈ പിസ്റ്റൺ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും പിസ്റ്റൺ പിന്നും പിസ്റ്റണും തമ്മിലുള്ളൊരു ഇത്. പക്ഷേ അത് ഫുള്ള് ഈ ഹീറ്റിങ് വന്നപ്പോൾ അവിടെ ലൂബ്രിക്കേഷൻ ഇല്ലാതെ കൊണ്ട് അത് ഉരുകി പിടിച്ചേക്കാണ് അതുമായി. അതായത് കണക്ടർ ഓടുമ്പോഴത്തേക്കും ഉരുകി പിടിച്ചേക്കാണ്. അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും കംപ്ലയിൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ എങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് പോണത് വാൽവാണ്. വാൽവൊക്കെ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാം ഷാഫ്റ്റും റോക്കറാം. ക്യാം ഷാഫ്റ്റൊക്കെ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത്രയും ഭാഗം തേഞ്ഞ് പോയേക്കണം ഈ കാണണം കേട്ടോ. അത് ഇത്രയും സ്റ്റെപ്പ് ഈ ലെവൽ വരെ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി തേയ്മാനം വന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ റോക്കറാം സെറ്റ്, ഇത് ക്യാം ഷാഫ്റ്റ് റോക്കറാം, അതായത് ക്യാം ഷാഫ്റ്റുമേ ടച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഭാഗമാണ് ഈ റോക്കറാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുമ്പോൾ നോക്കുമ്പോൾ അറിയാം എത്രത്തോളം അത് തേയ്മാനം കാണിച്ചിട്ടുണ്ടെന്നുള്ള കേസ്. ഇവിടെയും തേയ്മാനം വന്നിട്ടുണ്ട്. ഇത്രയും തേഞ്ഞ് പോയേക്കണം ഈ കാണണം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻസ് ഓയിലില്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഈ മെറ്റൽ പാർട്സുകളൊക്കെ ഹീറ്റിംഗ് ആവും, തേയ്മാനം വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാണ് ഈ കേസ്. അപ്പോൾ നിലവിലിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ പാർട്സുകൾ മാറ്റി ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ. അതായത് ഇപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയെപ്പാടി മേടിച്ച് മാറ്റാം, സിലിണ്ടർ കിറ്റായിട്ട് മാറ്റാം, ക്യാം ഷാഫ്റ്റ് റോക്കറാം സെറ്റ് അങ്ങനെ മാറ്റി, അതായത് വാൽവും മാറ്റി വാൽവ് ഗൈഡ് കാര്യങ്ങളും മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ സാധാരണ രീതിയിലൊരു 10,000 തുടങ്ങി 15,000 രൂപ വരെയാണ് നമുക്ക് നോർമൽ രീതിയിൽ എഞ്ചിൻ വർക്കിന് വരാം. അതിന് പുറമെ വന്നേക്കുന്നതാണ് ഈ ക്യാം ഷാഫ്റ്റും പ്രോഗ്രാം സെറ്റൊക്കെ അതിന് മുകളിൽ വന്നാണ് ഉറക്കണം. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഈ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയത് തന്നെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10,000-3,000 രൂപ നമുക്ക് കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് പാർട്സ് മാറ്റി ചെയ്യാന്നുള്ളതാണ്. അതായത് കമ്പനി ഐറ്റം പാർട്സ്, ഒറിജിനൽ പാർട്സുകൾ മേടിക്കുക, മാറ്റി റീസെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 100% നമ്മൾ പാർട്സ് മാറ്റിയിട്ട് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളതിന് വാറണ്ടി തരും. അതായത് ഇപ്പോൾ ലെയ്ത്തിൽ കൊടുത്തിട്ടാണ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് 1 വർഷം വാറണ്ടി തരും. ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റി ചെയ്യണമെങ്കിലും 1 ഇയർ നമ്മൾ വാറണ്ടി തരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം പാർട്സ് മേടിച്ച് മാറ്റി കയറ്റുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ലൈഫ് കിട്ടും നമുക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ തന്നെ കാരണം ഓയിൽ ചേഞ്ചിൻ്റെ ടൈമിങ്ങൊക്കെ മാറിപ്പോയി. ഓയിൽ ചേഞ്ച് സമയത്തിന് ചെയ്യാതിരിക്കുകയോ അങ്ങനെ എന്തോ പറ്റിപ്പോയതാണ് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് വരാൻ തന്നെയുള്ള കാരണം. കൃത്യമായിട്ട് നമ്മൾ എൻജിൻ ഓയിൽ സർവീസുകൾ കറക്റ്റായിട്ടാണ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത 90% കുറവാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാത്തതിൽ വന്നൊരു അപാകതയാണ് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ്സിൻ്റെ ഒരു റീസണായിട്ട് വരാം, ഒരു കാരണം എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മളതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ എഞ്ചിൻ അഴിക്കുമ്പോൾ ഈ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ വേറെ 1-2 ഐറ്റംസും കൂടി നമുക്ക് ഡാമേജ് അതിനകത്തുണ്ട്. ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഈ സൈഡൊക്കെ ബെൽറ്റ് ഡാമേജ് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ലച്ച് പുള്ളിയുടെ ഭാഗം, അതായത് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാർട്സ്, ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ വണ്ടി കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളൊരു ധാരണ. കാരണം ഈ ഭാഗം ബെൽറ്റ് വർക്ക് ചെയ്യണ ഈ ഭാഗത്തൊക്കെ തുരുമ്പ് പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ തുരുമ്പ് പിടിക്കുമ്പോൾ വന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബെൽറ്റ് ഇടുമ്പോൾ ബെൽറ്റിൻ്റെ ലൈഫ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ തുരുമ്പ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ലൊരു സ്മൂത്ത് സർഫേസിനേക്കാൾ ഒരു തുരുമ്പ് പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കുഴികൾ പോലെ വരും.
അവിടെ ഒരു റഫ്നെസ് ഉണ്ടാവും, ഒരു അരം പോലെ ആവുകയും ചെയ്യും. നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കിടന്ന് ബെൽറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ചെറിയ കുഴികളിൽ കിടക്കുമ്പോൾ ബെൽറ്റിന് തേയ്മാനം വളരെ കൂടുതലായിരിക്കും. അതിപ്പോൾ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് പുറമേ നിന്ന് അഴിച്ച് ചെയ്യാവുന്ന വർക്കാണ് ഈ ക്ലച്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ബെൽറ്റ് മാറ്റി റീസെറ്റാക്കി ഇടാം. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി, എത്ര ക്ലീൻ ചെയ്താലും സാധാരണ കംപ്ലയിൻറ്റ്സ് കാണിക്കും കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. കാരണം തുരുമ്പിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വന്ന പ്രോബ്ലംസാണ്. ഇപ്പോൾ ഈ വീലുമൊക്കെ നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പുണ്ട്. ഈ ഭാഗത്ത് അത്ര ഇല്ലെങ്കിലും ഈ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ നിലവിൽ തൽക്കാലം വേണമെങ്കിൽ ക്ലച്ചിൻ്റെ ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. ബെൽറ്റ് എന്തായാലും മാറ്റണം, കാരണം വെച്ചാൽ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബെൽറ്റ് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം. അത് നമുക്ക് ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ള കേസ് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്സ് മാറ്റി ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് പാർട്സുകൾ ഓൾറെഡി ഓർഡറിലേക്ക് നമുക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാർട്സ് കമ്പനിയിൽ ഓർഡർ പോയ ഐറ്റം വരുന്നതിൻ്റെ ഒരു താമസമൊക്കെ വരും. ലെയ്ത്തിലേക്കാണ് വിടേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെയ്ത്തിലേക്കാണ് വിടേണ്ടതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ലെയ്ത്തിലേക്ക് ഐറ്റംസ് അയച്ചു കൊടുക്കണം. കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് ഒരു ദിവസം വൈകും അവിടെ എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെറ്റിങ്ങിന് പറ്റുള്ളൂ. പിന്നെ ഈ സൈഡിലൊരു ഫ്ലൈ വീലൊന്നും ഊരി പോരില്ല, ഫുൾ സ്റ്റക്കായ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലും ഊരി കിട്ടുള്ള ഫുൾ ടൈറ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെയ്ത്തിൽ കയറ്റിയിട്ട് വേണം ഇത് അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, ഇത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, പാർട്സുകൾ മാറ്റിയിട്ടാണോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതിനകത്ത് എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് വരും, സിലിണ്ടർ കിറ്റ്, സിലിണ്ടർ എന്ന് പറയുമ്പോൾ സിലിണ്ടർ, പിസ്റ്റൺ റിങ് കാര്യങ്ങളൊക്കെ വന്ന ഒരു കിറ്റായിട്ടാണ് വരാം. വാൽവ് കിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വാൽവ് ഗൈഡ് മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് അതിനകത്ത് ഇടുന്നുണ്ട്. ആ ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലൈ വീല് ലെയ്ത്തിൽ കൊടുത്തിട്ട് ഒന്ന് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് വരും. പിന്നെ ഈ റോക്ക് റാമും ക്യാം ഷാഫ്റ്റും ഈ അസംബ്ലി രണ്ടെണ്ണം ഉൾപ്പെടുത്തുന്നുണ്ട്. ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസ് വരും. എയർ ഫിൽറ്ററൊക്കെ ഓൾറെഡി അത്യാവശ്യം പൊടി കയറി ബ്ലോക്കായിട്ടുണ്ട്. കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. സ്പാർക്ക് പ്ലഗ് മാറ്റേണ്ടതായിട്ട് വരും. അതപ്പോൾ എൻജിനുമായി ബന്ധപ്പെട്ട ഐറ്റംസാണ് അതെല്ലാം തന്നെ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്, പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ. നേരെ മറിച്ച് പാർട്സ് ഇപ്പോൾ നമ്മൾ ആ ടോട്ടൽ നമ്മൾ ഇടുന്ന എസ്റ്റിമേറ്റിനേക്കാൾ ഏകദേശം ഒരു 2500-3000 ഇടയിലാണ് നമുക്കിത് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്താൽ, അതായത് ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറും ലെയ്ത്തിൽ കൊടുത്താൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റാം. അതൊരു ലാഭമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് വാറണ്ടി പീരീഡിൽ എന്ത് വന്നാലും നമുക്കത് അവർ ക്ലിയർ ചെയ്ത് തരും. കാരണം അത് ചെയ്യുന്ന ലെയ്ത്ത് വർക്കാർ അതിന് ഓൾറെഡി വാറണ്ടി പറയുന്നുണ്ട് 1 ഇയർ. അത് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ ഈ വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കംപ്ലയിൻറ്റ്സ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന പൈസ സാമ്പത്തിക നഷ്ടമായിരിക്കും. കാരണം നമുക്കൊരു 10-3000 രൂപയുടെ വേരിയേഷനാണ് പരമാവധിയും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പാർട്സ് മാറ്റിയിടുകയാണെങ്കിൽ താരതമ്യേന അങ്ങനത്തെ റിസ്ക് നമുക്ക് കുറവാണ്. ഇപ്പോൾ ലെയ്ത്തിൽ കൊടുത്ത് ചെയ്താലും കംപ്ലയിൻറ്റ് വരും എന്നല്ല, വരാനുള്ള സാധ്യത മാറ്റി പുതിയ കമ്പനി ഐറ്റം ഇടുന്നതിനേക്കാളും സാധ്യത അല്പം കൂടുതലില്ലെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം, നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു താമസം, നമുക്ക് ശനിയാഴ്ചക്കുള്ളിലേക്കാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം നമുക്കൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.